ഹായ് ഫ്രണ്ട്സ്, മമ്മാസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു പുളിഞ്ചിക്ക അച്ചാർ ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ സ്വാദോടെ കഴിക്കാൻ പറ്റുന്ന ഒന്ന്. പുളിഞ്ചിക്കയ്ക്ക് ഇരുമ്പം പുളി എന്നും പേരുണ്ട്. ഞാനിത് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഇരുമ്പം പുളിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 8-10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ആദ്യം നമുക്ക് ഈ ഇരുമ്പം പുളി കട്ട് ചെയ്യണം. വലിയ പുളിയെല്ലാം 4ആയിട്ടും ചെറുതെല്ലാം 2ആയിട്ടും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. ഈ പുളിയിലേക്ക് ഉപ്പെല്ലാം പിടിച്ച് വരുന്നതിന് നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഒരു ബൗളിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായം എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ച് വയ്ക്കാം. ഇനി ഒരു മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ കടുക് 1 ടീസ്പൂൺ, കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വഴഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടികളെല്ലാം കലക്കി വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി മുളക് പൊടിയുടെ എല്ലാം ആ റോ സ്മെല്ല് മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
കൊഴുപ്പ് കിട്ടും. ചൂടാറിയപ്പോൾ ഗ്രേവി എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണേ.